മാതൃഭൂമി പത്രത്തിൽ എന്നെ ആകർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയും നമ്മുടെ ഉസ്താദും, ഏത് ഉസ്താദ്, AP അബൂബക്കർ മുസ്ലിയ ഉസ്താദും നരേന്ദ്രമോദിയും തമ്മിൽ നടന്ന ചർച്ച. അതിൻ്റെ ഒരു ഫോട്ടോ ആണ്. വീൽ ചെയറിലിരിക്കുന്ന ഉസ്താദിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അങ്ങനെ ഉസ്താദും നമ്മുടെ നരേന്ദ്രമോദിയും തമ്മിൽ ഊഷ്മളമായ ബന്ധത്തിലേക്കാണ്. ഒരു യാത്ര നടത്തിയല്ലോ, ഉസ്താദ് ഒരു യാത്ര നടത്തിയിരുന്നു, കേരള യാത്ര നടത്തിയിരുന്നു. ആ യാത്രയിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ ഉസ്താദ് നേരത്തെ തന്നെ പിണറായി വിജയന് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊരു കാര്യം, ഈ ഒരു നിവേദനമല്ല, ഇത് സംബന്ധിച്ച് എന്തൊക്കെയാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് എന്ന ഒരു കാര്യം പിണറായിയെ ധരിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെ ഇതാ നരേന്ദ്രമോദിയെയും കാര്യങ്ങൾ ധരിപ്പിക്കാനാണ് ഡൽഹിയിൽ പോയത്. നരേന്ദ്രമോദിയുടെ വീട്ടിലാണ് കേട്ടോ, നരേന്ദ്രമോദിയുടെ വീട്ടിൽ പോയി കണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഉസ്താദിന് കാര്യം മനസ്സിലായി. കാരണം പിണറായിയോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആകെ ഇനി 2.5-3 മാസം മാത്രമേ ഉള്ളൂ പിണറായി വിജയൻ. അത് കഴിഞ്ഞാൽ പിന്നെ പിണറായി വിജയനെ ഈ കേരളത്തിൽ മഷിയിട്ട് നോക്കിയാൽ കാണില്ല. പിണറായി വിജയൻ മാത്രമല്ല, ഒരു തരത്തിലുള്ള പിണറായിസ്റ്റുകളെയും കാണില്ല എന്ന് ഉസ്താദിന് കാര്യം മനസ്സിലായി. അപ്പം വല്ല കാര്യം നടക്കണമെങ്കിൽ ആരെ കാണണം? നരേന്ദ്രമോദിയെ കാണണം. എന്ന് പറഞ്ഞാൽ BJPയും സാധാരണ രീതിയിൽ ഈ അന്തംഗമികളൊക്കെ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ BJPയുടെ ഏറ്റവും വലിയ ശത്രുവാണ് മുസ്ലിങ്ങൾ, അല്ലേ? മുസ്ലിം വിഭാഗത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് BJP. അപ്പൊ BJPയും ഈ മുസ്ലിം വിഭാഗവും തമ്മിൽ ഭയങ്കര ശത്രുതയിലാണ് എന്ന് പറയുന്ന ഒരു നറേറ്റീവ് കാലങ്ങളായി ഇവരിങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും BJPക്കാർക്ക് ഈ മുസ്ലിം വിഭാഗത്തിന് BJPയോട് ഒരു തരത്തിലുള്ള ഐക്യപ്പെടലും ഉണ്ടാവരുത്. അവർ തങ്ങളുടെ ശത്രുക്കളാണ് എന്ന് മുസ്ലിം വിഭാഗം കരുതണം. എന്തിനു വേണ്ടിയിട്ടാണ്? എങ്കിലേ മുസ്ലിം വിഭാഗത്തിന്റെ വോട്ടുകൾ ഒരുമിച്ച് തങ്ങൾക്ക് കിട്ടൂ. ഇതിന്റെ ഭാഗമായിട്ട് എപ്പോഴും വായ തുറന്നാൽ ആദ്യ അന്തംഗമികൾ പറയാ, ഈ BJPക്കാര് സംഘപരിവാർ ചെയ്യുന്ന മുസ്ലിം വിരുദ്ധ പ്രവർത്തനങ്ങൾ, മുസ്ലിങ്ങളെ കണ്ടാൽ അടിക്കുന്നു, കൊല്ലുന്നു, വെട്ടുന്നു എന്നൊക്കെ പറയാം. നമുക്കറിയാം ഇത്രയും കാലം നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ശേഷം ഏത് മുസ്ലിങ്ങളെയാണ് തെരഞ്ഞുപിടിച്ച് വധിച്ചത്? നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള ഇന്ത്യയിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, മുസ്ലിം വേട്ട എന്നൊന്നും ഇവിടെ നടന്നിട്ടില്ല. ഏറ്റവും സമാധാനപരമായി, അല്ലെ, ഏറ്റവും സമാധാനപരമായി ലോകത്തെങ്ങുമുള്ള മുസ്ലിങ്ങളിൽ ഏറ്റവും സമാധാനപരമായി ജീവിക്കാൻ പറ്റുന്ന മുസ്ലിങ്ങളുള്ളത് ഇന്ത്യയിലാണ്. അത് ഉസ്താദിന് തന്നെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉസ്താദ് ഈ വയ്യാത്ത അവസ്ഥയിലും നരേന്ദ്രമോദിയെ പോയി കണ്ട് നരേന്ദ്രമോദിയുമായി സൗഹാർദ്ദം പങ്കിടുന്നത്. സമീപ ഭാവിയിൽ നമുക്ക് കുറെ കാഴ്ചകളൊക്കെ കാണാനുണ്ട്. BJPക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും കേരളത്തിലെ മുസ്ലിങ്ങളും. ഇന്ത്യയിലെ പല ഭാഗത്തും മുസ്ലിം മെജോറിറ്റി ഉള്ള സ്ഥലങ്ങളിൽ ജയിക്കുന്ന BJP ആണ്. നമ്മൾ ഉത്തരേന്ത്യൻ പല സംസ്ഥാനങ്ങളിലും കണ്ടിട്ടുണ്ട്. അവിടുത്തെ മെജോറിറ്റി മുസ്ലിംസ് ആണ്, പക്ഷെ അവിടെ ജയിക്കുന്നത് BJP ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ കേരളത്തിൽ ഇവരുണ്ടാക്കുന്ന ഈ തരത്തിലുള്ള ഒരു നറേറ്റീവ് അവിടെ ഇല്ല. എന്ന് പറഞ്ഞാൽ BJP എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം വിരുദ്ധ സംഘടനയാണ്, മുസ്ലിങ്ങളെ തെരഞ്ഞുപിടിച്ച് കൊല്ലുന്ന സംഘടനയാണ് എന്നൊന്നും ഉത്തരേന്ത്യയിൽ അങ്ങനെ ഒരു വിശ്വാസമൊന്നുമില്ല. ഇവിടെ ഈ അന്തംഗമികൾ ഉണ്ടാക്കുന്ന ഈ കുറെ എന്താ പറയാ, കെട്ടുകഥകൾ, പെരുപ്പിച്ച കഥകൾ, ഇതൊക്കെയാണ്. അപ്പൊ ഇതിന് ഒരവസാനം ഉണ്ടാവുകയാണ്. അതാണ് ക്യാപ്ഷൻ. എന്താണെന്നറിയോ? പ്രധാനമന്ത്രിയുടെ വസതിയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ നിന്ന് കാന്തപുരത്തിന്റെ മകൻ ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ ഹക്കീം അസ്ഹാരി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഉണ്ടായിരുന്ന കൂടിക്കാഴ്ചയിൽ തുടങ്ങിയവർ സമീപം ജനകീയ വിഷയങ്ങൾ മോദിയുമായി ചർച്ച ചെയ്തെന്ന് കാന്തപുരം പറഞ്ഞു. ഇതിന്റെ വിശദമായ വാർത്തകൾ ഉള്ളിലെ പേജിലുണ്ട്, അതിലേക്ക് നമുക്ക് പോകാം.